നമസ്തേ. ഇന്ന് ആംഗിൾ 360 ഒരു സിനിമാ കഥ കേൾക്കാം. യാദൃച്ഛ്യമായിട്ട് ഇന്ന് നമ്മുടെ KSRTC ഫേമസ് കാവുംകണ്ട ജയനാശാന്റെ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ സംസാരമധ്യേ സിനിമയിലേക്ക് ചർച്ച വഴിമാറി. വളരെ പഴയ മലയാള സിനിമയായ ഭാര്യ എന്ന സിനിമ അത് ഇന്ന് ഒന്ന് ചെറുതായി വിലയിരുത്താം എന്നാണ് വെക്കുന്നത്. കാവുംകണ്ടം ജയനാശാന്റെ ആ ഭാര്യ എന്ന സിനിമയായിട്ടുള്ള വിലയിരുത്തൽ പ്രതീക്ഷിക്കുന്നു. എന്നാണ് ഭാര്യ എന്ന സിനിമ കാണുന്നത്? ഭാര്യ എന്ന സിനിമ 1962 ഇറങ്ങിയ പടമാണ്. അത്ര പടമുണ്ടല്ലേ? അത്ര പടമുണ്ട്. 1962 ഭാര്യ എന്ന സത്യൻ സാർ അഭിനയിച്ച പടം ഇറങ്ങുന്നത്. സത്യൻ സാറും രാഗിണിയുമാണ് അഭിനയിച്ചേക്കുന്നത്. ആ കാലത്ത് എൻ്റെ പിതാവ് ആ സിനിമ അനേക പ്രാവശ്യം കണ്ടതാണ്. അതിനുശേഷം കൊല്ലപ്പള്ളിയിൽ 1983 സിനിമാ തിയേറ്റർ വന്നു. കൊല്ലപ്പള്ളിയിൽ ആ സിനിമാ തിയേറ്ററിന്റെ പേര് ലീന എന്നാണ്. അത് കൊല്ലപ്പള്ളിയിൽ വെള്ളിയാങ്കണ്ടത്തിക്കാരുടെ ആയിരുന്നു. അപ്പൊ ഈ വെള്ളിയാങ്കണ്ടത്തിക്കാരും എന്റെ ഫാദറും തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. ഫാദറിന്റെ ഒരു ക്ലാസ്മേറ്റിന്റെയാണ് ലീന തിയേറ്റർ. അപ്പോൾ ഈ പണ്ട് കണ്ട ഭാര്യ വീണ്ടും വന്നപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേരെയെല്ലാം അതുകൊണ്ടുപോയി കാണിക്കാനും കാർന്നവന്മാർക്ക് ഒന്നുകൂടെ കാണാനും ആഗ്രഹം തോന്നി. ഈ പ്രദേശവാസികളെല്ലാം ലീന തിയേറ്ററിൽ പോയി ഭാര്യയെ കാണുകയുണ്ടായി. അപ്പോൾ ഫാദർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊല്ലപ്പള്ളി ലീന തിയേറ്ററിൽ സിനിമ കാണാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ സഹോദരിമാരും അമ്മയും ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. അത് കഴിഞ്ഞ് കാവുംകണ്ടത്തിൽ നിന്നും കോട്ടയം പോകുന്ന ഒരു ബസ്സുണ്ട് 6 മണിക്ക്. ആ ബസ്സിന്റെ പേര് വിജയലക്ഷ്മി എന്നായിരുന്നു. KRK 8127 എന്നായിരുന്നു അതിന്റെ നമ്പർ. ആ വിജയലക്ഷ്മിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി വീടും പൂട്ടി നടന്ന് കാവുംകണ്ടത്തിൽ ചെന്ന് കയറി കൊല്ലപ്പള്ളിയിൽ ഇറങ്ങി കൊല്ലപ്പള്ളിയിൽ നിന്ന് നടന്ന് ലീന തിയേറ്ററിൽ ചെന്ന് ഭാര്യ എന്ന സിനിമ കാണുകയുണ്ടായി. അത് വളരെ ഹൃദയസ്പർശിയായ കഥയായിരുന്നു. പകുതി വരെ നല്ല രസകരവുമായിരുന്നു. പകുതി കഴിയുമ്പോൾ കഥ തിരിഞ്ഞ് അവസാനം എല്ലാവരും പൊട്ടിക്കരയുകയായിരുന്നു ആ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ. പെരിയാറെ പെരിയാറെ എന്ന ആ പാട്ട് പാടിയാണ് പെരിയാറ്റിലൂടെ ഒരു ഇങ്ങനെ തുഴയുന്ന ഒരു വള്ളത്തില് സത്യനും ഭാര്യയും മൂത്തത് പെൺകൊച്ച് ഇളയത് ചെറുക്കൻ കൊച്ച് ഇവര് രണ്ടുപേരും ആ വള്ളത്തിലുണ്ട്. ആ പാട്ട് ഞാൻ കണ്ട ഓർമ്മയുണ്ട്. AM രാജാ സാറാണ് ആ സിനിമയിൽ ആ പാട്ട് പാടിയേക്കുന്നത്. അങ്ങനെയാണ് ആ സിനിമ തുടങ്ങുന്നത്. പെരിയാറ്റിലൂടെ ഇവര് തോണി തുഴഞ്ഞ് കൊണ്ടു കുടുങ്ങി നടക്കും മലയാളി പെണ്ണാണ് നീ. നല്ല പാട്ടാ. പിന്നെ ആ പെരിയാറ്റിലൂടെ അങ്ങനെ ആ തോണി തുഴഞ്ഞ് വരുന്ന സീനിലാണ് പടം തുടങ്ങുന്നത്. സത്യൻ സാറിന്റെ പേര് ബെന്നി എന്നാണ്. അദ്ദേഹം ഒരു ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലീലാമ്മ എന്നാണ്, രാഗിണിയുടെ പേര്. അങ്ങനെ ആ സിനിമ തുടങ്ങുന്നു. പിന്നെ രസകരമായ കാര്യങ്ങളുണ്ട്, അതിനകത്ത് രസകരമായ പാട്ടുകളുണ്ട്. മനസമ്മതം തന്നാട്ടെ മധുരം കിള്ളി തന്നാട്ടെ മധുര 17കാരി വിരുന്നുകാരി വിരുന്നുകാരി. ആ പാട്ട് AM രാജായും ജിക്കിയും കൂടെയാണ് പാടിയേക്കുന്നത്. യേശുദാസ് മാത്രമേ ആയി വരുന്നതിന് മുമ്പുള്ള പാടായിരിക്കും. അത് ജിക്കിയും കൂടെയാണ് പാടിയേക്കുന്നത്. പിന്നെ പകുതി കഴിയുമ്പോൾ കഥ വ്യത്യസ്തമാകുകയാണ്. ഈ ട്യൂട്ടോറിയൽ കോളേജിൽ ചെന്നതോടെ സത്യൻ സാറ് അവിടെ പഠിക്കാൻ വന്നൊരു സ്റ്റുഡന്റുമായിട്ട് പ്രണയത്തിലാകുന്നു. അതോടെ ഈ ലീലാമ്മ എന്ന രാഗിണിയായിട്ട് സ്നേഹബന്ധം കുറയുന്നു. അപ്പോൾ തൊട്ട് കഥ മാറുകയാണ്. അതിന് തൊട്ടു മുന്നം തന്നെ ഇവര് വളരെ സ്നേഹമായിട്ടാണ് ജീവിച്ചു പോന്നുകൊണ്ടിരുന്നത്. അപ്പോൾ രാഗിണി പാടുന്ന പാട്ടാണ് ഓമന കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു
ഓശാന പെരുന്നാളു വന്നു. അതൊരു പാട്ടാണ്. അത് കഴിഞ്ഞ് കഥ വീണ്ടും ദുഃഖത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ദുഃഖത്തിലേക്ക് പോകുമ്പോൾ രാഗിണി ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ രൂപത്തിന് ഫ്രണ്ടിൽ നിന്ന് പാടുകയാണ്. മുൾക്കിരീടമിതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ. ആ പാട്ട് അങ്ങനെ ആ പാട്ടൊക്കെ സീനാകുമ്പത്തേനും കഥ വേറെ ലെവലായി. അത് കഴിഞ്ഞ് സത്യൻ, അതായത് ബെന്നി മാഷ് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഈ ലീലാമ്മ, അതായത് രാഗിണി ലീലാമ്മയുമായിട്ട് പിണങ്ങുന്നു. ലീലാമ്മേനെ ബെന്നി സാറായ, അതായത് സത്യൻ മർദ്ദിക്കുന്നു. മർദ്ദനത്തിൽ പുള്ളിക്കാരത്ത് വീണ് ഇവിടെയൊക്കെ പൊട്ടി, നെറ്റിയൊക്കെ പൊട്ടി ചോര വരുന്നു, അബോധാവസ്ഥയിലുമാകുന്നു. അപ്പോഴത്തേനും സത്യന്റെ പിതാവ് വന്നേച്ച് പറയുന്നു, കക്ഷി മരിച്ചു, നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നിന്നെ പോലീസിന് ഞാൻ കൊടുത്തു വിടുകയില്ല. അപ്പൊ ശരിക്കും മരണം നടന്നിട്ടുണ്ടോ? മരിച്ചു എന്നാണ് അവർ വിചാരിച്ചത്. ഏതായാലും തൽക്കാലം നമുക്ക് ഈ സിനിമയിലുള്ള ആസ്വാദനം ഇവിടെ നിർത്താം. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇതുണ്ട്, പ്രേക്ഷകർക്ക് ഇത് കാണാനുള്ള ഒരു അഭിവാഞ്ചം ഉണ്ടാകാൻ താങ്കളുടെ ഈ ടോക്ക് സഹായകമായിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അത് തീർത്തിട്ട് പോകുന്നതാണ് ഉചിതം. പറഞ്ഞോളൂ. ഉടനെ സത്യന്റെ പിതാവ് പറഞ്ഞു, താങ്കൾക്ക് കയ്യബദ്ധം പറ്റി, താങ്കളെ പോലീസിന് കൊടുത്തുവിടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൻ റിവോൾവർ ഇങ്ങെടുത്തു, വെക്കടാ വെടിയെന്ന് പറഞ്ഞു. സ്വയം വെടിവെച്ച് മരിച്ചതായിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം എന്ന് പറഞ്ഞു. സത്യൻ തോക്ക് മേടിക്കുന്നു, ലീലാമ്മ വെടിവെക്കുന്നു. വെടി കയറിയതേ ലീലാമ്മ ഏൽക്കുന്നു. അന്നേരം സത്യൻ അന്താളിച്ച് പോവുകയാണ്. ലീലാമ്മ മരിച്ചിട്ടില്ലായിരുന്നു. അവസാനം ബെന്നി, ഞാൻ മൂലം നിനക്ക് ഉപദ്രവങ്ങൾ വന്നെങ്കിൽ അതെന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് സത്യന്റെ കാൽക്കൽ വീണ് മരിക്കുന്നു. പിന്നെ കൊണ്ടുപോയി അടക്കുന്നു. അടക്കുന്ന സ്ഥലത്ത് വെച്ച്, എന്നാൽ ഇതെല്ലാം ഒരു ദൃക്സാക്ഷി കാണുന്നുണ്ടായിരുന്നു. ആ ദൃക്സാക്ഷി പോലീസിൽ അറിയിച്ചു. ആ നടക്കുന്ന സമയത്ത് കുഴിയിലോട്ട് വെക്കുന്നതേ പോലീസ് അധികാരികൾ വന്ന് സത്യനെ വിലങ്ങ് വയ്ക്കുന്നു. അപ്പോൾ ഇളയ കുട്ടി, പപ്പാ ഞങ്ങളുടെ മമ്മിയെ തന്നിട്ട് പോ എന്ന് പറയുന്നു. അവിടെ ആ കഥ പൂർണ്ണമാകുന്നു. അങ്ങനെ ഇത്രയും വിശദമായിട്ട് ഈ കഥ പറഞ്ഞു തന്ന കാർമണ്ഡ ജയരാജൻ നന്ദി പറയുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നത് ഈ സിനിമയ്ക്കുള്ള ചില സൂചനകൾ തരിക എന്നായിരുന്നെങ്കിലും താങ്കളുടെ ഇഷ്ടം പോലെ ആ സിനിമ പൂർണ്ണമായി തന്നെ കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു 83-ല്. ഫാദർ എന്നെ കൊണ്ടുപോകുമ്പോൾ എന്റെ സഹോദരിമാരെ എല്ലാം കൊണ്ടുപോയി സിനിമ കഴിഞ്ഞു. 9:30 സിനിമ കഴിഞ്ഞു. രസകരമായ കാര്യം, തിരിച്ചിങ്ങോട്ട് വണ്ടിയില്ല. തിരിച്ച് അദ്ദേഹം ഒരു ജീപ്പ് കൊല്ലപ്പള്ളിയിൽ നിന്ന് വിളിച്ച് ഞങ്ങളെ എല്ലാം കയറ്റി സന്തോഷമായിട്ട് ഞങ്ങൾക്ക് കടലയും മുട്ടായി ഒക്കെ മേടിച്ചു തന്നു ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരാഴ്ചക്കാലം ഞങ്ങളെല്ലാവരും ഇരുന്ന് കരയുകയായിരുന്നു. സിനിമ കണ്ടതന്നെ അത് പഴയ കാലത്തെ ചെറുപ്പക്കാരുടെ ആ ഒരു നൊസ്റ്റാൾജിയാണ് ഈ സിനിമാ തിയേറ്ററും പരിസരവും സിനിമ കാണാൻ പോക്കും അവധിക്കാലം ചെലവഴിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷം ഈ കാര്യങ്ങൾ പങ്കുവച്ചത്, സിനിമയ്ക്കുള്ള കഥ പങ്കുവച്ചത്. ഇനി തുടർന്നും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ സിനിമകളെക്കുറിച്ചുള്ള കഥാസൂചനകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് തുടക്കമിടാൻ അങ്ങയുടെ ആ ഒരു ടോക്ക് സഹായകമായിട്ടുണ്ട്. ഞാൻ ഏതായാലും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ സാർ, താങ്ക് യു.